എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ ഒരുപക്ഷെ 2017 ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന പോലീസ് കേസ്, കോടതി വ്യവഹാരം, നടി ആക്രമിക്കപ്പെട്ടിരിക്കുന്ന കേസാണ്. അതിനു മുമ്പുണ്ടായിരുന്ന ഏറ്റവും വലിയ മാധ്യമ വിചാരണ നമ്പിനാരായണൻ എന്ന ISRO സയൻറ്റിസ്റ്റിനെ കുറിച്ചായിരുന്നുവെങ്കിൽ അതിന് തുല്യമായ തരത്തിലുള്ള ഏകപക്ഷീയമായിട്ടുള്ള മാധ്യമ വിചാരണയാണ് ദിലീപിൻ്റെ കേസിൽ നടന്നത്. നടൻ ദിലീപാണ് ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട ആസൂത്രകൻ. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ് ഇതിൽ പ്രധാനപ്പെട്ട കുറ്റവാളി ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരെയും തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് അവർക്ക് പണം എത്ര കൊടുക്കാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ധാരണയാകുന്നു, അതിന് അഡ്വാൻസ് കൊടുക്കുന്നു, ഈ മോശം പ്രവൃത്തിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ദിലീപിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു കൊട്ടേഷനാണിത് എന്നാണ് അന്ന് പറയപ്പെട്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗം ഔദ്യോഗികമായി പറയാൻ അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട ആരെങ്കിലുമോ ഇന്നേ വരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ പറയുന്നത് എന്താണ്, പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ ചാനലുകളോട് പറയുന്നത് എന്താണ്, മാധ്യമപ്രവർത്തകർ അവർ തന്നെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മാധ്യമ വിചാരണ, ഒരു പൊതുവിചാരണ ഈ വിഷയത്തിൽ നടന്നിരുന്നത്. എന്നാൽ സത്യത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിലാണ് ഈ കേസ് ഫൈറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പോലീസും പ്രോസിക്യൂഷനും പോലും മറന്നുപോയി എന്നാണ് തോന്നുന്നത്. എന്തായാലും കോടതിയുടെ വിധി വരുന്ന സമയത്ത് പലരും പ്രതീക്ഷിച്ചതുപോലെ ദിലീപ് മോചിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് പൊതുവെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് നിയമവ്യവസ്ഥയെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം എത്രത്തോളമുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലായിട്ട് വേണം കാണാൻ. അതേപോലെ തന്നെ മാധ്യമങ്ങൾ ഏകപക്ഷീയമായി ഒരാളിനെതിരെയും ഒരു തെളിവുമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്നുള്ളതും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് നമുക്കെന്ത് പഠിക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നോക്കാം. ഈ കേസിൽ ദിലീപിനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് അദ്ദേഹമാണ് ഇതിൻ്റെ മുഖ്യ ആസൂത്രകൻ എന്നത് തന്നെയാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആ കേസ് ഉടലെടുക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിലാണ്. അതിൽ തന്നെ തനിക്ക് വിരോധമുള്ള ഒരാളിനെ ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നു, അതിൻ്റെ ഗൂഢാലോചനയിലടക്കം അദ്ദേഹം പങ്കെടുക്കുന്നു, പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടാകുന്നു, എന്നാൽ അത് പൂർണ്ണമായിട്ട് ആ പണം അവിടെ കൊടുക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ കേട്ടത്. ഇതിൽ തന്നെ ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരുന്ന ഒരു കാര്യം, പലരും അത് ആലോചിച്ചോ എന്ന് എനിക്കറിയില്ല, ദിലീപ് ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളതാണ്. അതായത് ദിലീപിന് ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല വിഷയം. ദിലീപിനെ പോലെ വളരെ വലിയ സ്വാധീന ശക്തിയുള്ള, ഇൻഡസ്ട്രിയിൽ തൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് അതിൻ്റെ ടോപ്പിലേക്ക് ഉയർന്നു വന്നിരിക്കുന്ന, ആവശ്യത്തിലും അതിലുമധികം ബുദ്ധി ഉപയോഗിച്ച് തൻ്റെ ഇരിപ്പിടം സിമെൻറ്റ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഇത്ര ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു പ്രവൃത്തിക്ക് മുതിരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലോജിക്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി ആരെയെങ്കിലും അദ്ദേഹം ഒരു കൊട്ടേഷൻ കൊടുത്തത് ഏൽപ്പിക്കുമോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലോജിക്കലായിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കേണ്ടതാണ്. അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയല്ല, തീരെയില്ല എന്ന് വേണം പറയാൻ. കാരണം അത് ഏറ്റവും വലിയ അബദ്ധമായിരിക്കും. ഇന്നത്തെ കാലമാണ് 2017 എന്ന് പറയുമ്പോൾ 2025 നിന്ന് 8 വർഷം മാത്രം പിന്നിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഒരാൾ ചെയ്യുന്ന സമയത്ത് ഇത്ര ചിന്തയില്ലാതെ ചെയ്യും എന്ന് കരുതാനായിട്ട് കഴിയില്ല. 2, ഈ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നത് പൾസർ സുനി എന്നുള്ള നേരത്തെയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയെയാണ്. നിങ്ങൾ 1 കോടി അല്ലെങ്കിൽ 1.5 കോടി രൂപ മുടക്കാൻ, അതല്ല നിങ്ങൾക്കെതിരെ കേസ് വരികയാണെങ്കിൽ 3.5 കോടി വരെ മുടക്കാനായിട്ട് നിങ്ങൾ ഒരാളിനോട് പണം ഓഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കൃത്യം ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ഒരു ലോക്കൽ ക്രിമിനലിനെ നിങ്ങൾ ആശ്രയിക്കുമോ? നമ്മൾ ഓർക്കേണ്ടത് സാധാരണക്കാരനായിട്ടുള്ള ഒരാളിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്, മറിച്ച് സാമ്പത്തിക ശേഷി നന്നായിട്ടുള്ള, ബുദ്ധി നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന ദിലീപ് എന്ന് പറയുന്ന ഒരു നടനെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഒരു കൊട്ടേഷൻ കൊടുക്കുക, അതിനൊരു ലോക്കൽ ക്രിമിനലിനെ ഏർപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രാഥമികമായിട്ട് നമ്മുടെ ലോജിക്കിന് നിരക്കുന്നതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി എന്തായാലും അങ്ങനെ കൊട്ടേഷൻ കൊടുത്തു എന്ന് കരുതുക, അത് ഈ ലോക്കൽ ക്രിമിനലിനെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് കരുതുക, ഈ പറയുന്ന തുകയൊക്കെ തന്നെ വാഗ്ദാനം ചെയ്തു എന്നും കരുതുക. അങ്ങനെയാണ് എങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം ഇദ്ദേഹത്തിന് ഈ ഗൂഢസംഘവുമായിട്ടുള്ള ബന്ധം ഒരു തർക്കവുമില്ലാതെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മുടെ സംവിധാനത്തിന് കഴിയേണ്ടതാണ്. ഓർക്കണം, അവിടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചാർജസ് ആണുള്ളത്. ഗൂഢാലോചന, കൊട്ടേഷൻ കൊടുക്കുക, തെളിവ് നശിപ്പിക്കുക, ഒപ്പം ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഇങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ തന്നെ അന്വേഷിക്കുന്നതിന് കേരള പോലീസിന് കിട്ടിയത് ഏതാണ്ട് 8 വർഷത്തെ സമയമാണ്. അതിൽ തന്നെ 90 ദിവസത്തിനടുത്ത് ദിലീപ് കസ്റ്റഡിയിലുമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുന്നത്. പിന്നീട് ഒരുപക്ഷെ ഒരു പ്രതികാര നടപടി എന്നോണം കേരള പോലീസിലെ പലരും അദ്ദേഹത്തിനോട് പെരുമാറി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ ഫ്രിവലസ് ആയിട്ടുള്ള പല കേസുകളും അദ്ദേഹത്തിനെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ആരോപണങ്ങളായിട്ട് കൊണ്ടുവരികയും കേസായിട്ട് തന്നെ ചാർജ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അതിൽ തന്നെ ദിലീപ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയെന്നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ തകർക്കും എന്ന തരത്തിലുള്ള ഭീഷണികളൊക്കെ തന്നെ മുഴക്കി എന്നുമൊക്കെ പറയുമ്പോൾ അത് പറയപ്പെട്ടു എന്ന് ആരോപിക്കപ്പെടുന്ന സന്ദർഭത്തിലോ സാഹചര്യത്തിലോ
ദിലീപും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനും ഒന്നിച്ചുണ്ടായിരുന്നില്ല എന്നതൊക്കെ തന്നെ വസ്തുതാപരമായിട്ട് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ, ആ സംവിധാനം തന്നെ ഹോസ്റ്റൈലായിട്ട് മുൻധാരണയോട് കൂടി ഒരു പ്രതിയോട് പെരുമാറുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത മാത്രമേ ഇത് ഒരു കോടതിക്ക് മുന്നിൽ കൊണ്ടുവരികയുള്ളൂ എന്നുള്ളത് ഈ ഉദ്യോഗസ്ഥർ തിരിച്ചറിയാതെ പോയത് എന്താണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ആ ഗൂഢാലോചന എവിടെ വെച്ച് നടന്നു, എന്ന് നടന്നു, ഏത് സാഹചര്യത്തിലാണ് നടന്നത്, അതിനാരെങ്കിലും സാക്ഷികളുണ്ടോ, അതിനെ തെളിയിക്കുന്നതിന് വേണ്ടുന്ന രേഖകൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊന്നും തന്നെ കളക്ട് ചെയ്ത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്ന് വെച്ചാൽ നിങ്ങൾ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ദിലീപിനെതിരെ ആരോപിക്കുന്ന കുറ്റം എന്താണോ ആ കുറ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടുന്ന തെളിവുകൾ ശേഖരിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത് കോടതിയിലായിരുന്നു. നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു അഭിപ്രായ രൂപീകരണത്തിനല്ല ശ്രമിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പോലീസും പ്രോസിക്യൂഷനും മറന്നുപോയി എന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിലാണ് അവരുടെ പ്രവൃത്തികൾ ഓരോന്നും തന്നെ നടന്നിരിക്കുന്നത്. അതേപോലെ തന്നെ കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് ആ കൊട്ടേഷൻ കൊടുക്കാൻ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്, എവിടെ വെച്ചിട്ടാണ് അവരങ്ങനെ ഇത് കൊടുക്കാൻ തീരുമാനിക്കുന്നത്, അതിനുള്ള കാരണം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ഈ അന്വേഷണ സംഘം പരാജയപ്പെട്ടു. അങ്ങനെ ഒരു പേയ്മെൻറ്റ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ ഈ കൊട്ടേഷന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ അഡ്വാൻസ് ആണ് എന്നൊക്കെ തെളിയിക്കുന്നതിന് വേണ്ടി മറ്റ് സപ്പോർട്ടിംഗ് എവിഡൻസും ഒക്കെ തന്നെ അവിടെ അന്വേഷണ സംഘം ശേഖരിച്ച് കോടതിയിൽ കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും കൺവിൻസിംഗ് ആയിട്ട് കോടതിയെ ബോധിപ്പിക്കാൻ ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. തന്നെയുമല്ല, നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ആലോചിച്ച് നോക്കേണ്ടത്, ദിലീപ് പൾസർ സുനിക്ക് ഒരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള തുക അത് 1 രൂപയായാലും 1 ലക്ഷം രൂപയായാലും അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്ന രീതിയിലത്തേക്കുള്ള ഏറ്റവും വലിയ മണ്ടത്തരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബുദ്ധിമാനായിട്ടുള്ള ദിലീപ് ചെയ്യുമോ എന്നുള്ളത് ഒരു ലോജിക്കിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ, ദിലീപിനെ പോലെ ഒരാൾ, നല്ല ഉപദേശം കിട്ടാവുന്ന ഒരാൾ, നല്ല ബുദ്ധിയുള്ള ഒരാൾ, നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ ഇത്ര വലിയ വങ്കത്തരം കാണിക്കും എന്ന് നമ്മുടെ ലോജിക്ക് അനുസരിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇനി ഇവിടെ ദിലീപിനെ ഇൻക്രിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പൾസർ സുനിയും ദിലീപും തമ്മിൽ ബന്ധമുണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ഇവർ കൊണ്ടുവന്നിരുന്ന മറ്റൊരു തെളിവ് ഈ പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിന് അയച്ച ഒരു കത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, പൾസർ സുനി പിടിക്കപ്പെട്ട് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്, അദ്ദേഹം ജയിലിലാണ്. ആ സമയത്ത് അദ്ദേഹം അവിടെ ഒരു കത്ത് എഴുതുന്നു. ആ കത്ത് എഴുതുന്നത് എന്തും പോലീസ് ഇൻ്റർസെപ്റ്റ് ചെയ്യും എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണ പൾസർ സുനിക്കുണ്ട്. അപ്പോൾ അതിൽ ദിലീപേട്ട ഞാൻ സുനിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നു. എന്നിട്ട് അങ്ങനെ ഒരു തെളിവുണ്ടാക്കുന്നു, അത് പോലീസിന് കൈമാറുന്നു. അത് ഏറ്റവും വലിയ എവിഡൻസ് ആയിട്ട് കോടതിയിലൊക്കെ തന്നെ സമർപ്പിക്കപ്പെടുന്നു. നമ്മൾ പണ്ട് പ്രേം നസീറിൻ്റെ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ പ്രിയപ്പെട്ട ഉപ്പ അറിയുന്നതിന് വേണ്ടി ബാപ്പുട്ടി എഴുതുന്നത് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സ്റ്റൈൽ ഈ 2017 ശേഷമുള്ള കാലഘട്ടത്തിൽ ജയിലിൽ കിടക്കുന്ന, സ്വന്തം തടി രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രതി ഇങ്ങനെയൊക്കെ എഴുതി അതിലെ മാസ്റ്റർ മൈൻഡ് ഇന്നയാളാണ് എന്നൊക്കെ പോലീസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു മാർഗമൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ ചിന്തിക്കുന്നത് തന്നെ ഒരു പ്ലോട്ടാണ് എന്ന് കരുതുന്നതാണ് ലോജിക്ക്. അപ്പം ഞാൻ പറയുന്നത്, സാധാരണക്കാരനായിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ലോജിക്ക് കൊണ്ട് നമുക്ക് ഡിസ്മിസ് ചെയ്യാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങളെ ഏറ്റവും വലിയ തെളിവുകളായിട്ട് കോടതിയിൽ ഒരുപക്ഷെ കൊണ്ടുപോയി അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ദൗർബല്യം. ഇതിൽ തന്നെ പ്രോസിക്യൂഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വക്കീലന്മാരായിട്ടുള്ള പല ആൾക്കാരും ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ എന്നോടൊപ്പം തന്നെ പങ്കെടുക്കുന്ന സമയത്ത് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ അർത്ഥശൂന്യമായിട്ടുള്ള പല പ്രസ്താവനകളെയും ഞാൻ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ലോജിക്കലാവുക തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ നമുക്ക് നിയമം അറിയില്ല എന്ന മട്ടിൽ എന്തോ ഒരു അപ്പർ ഹാൻഡ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ശ്രമിച്ചത്. അവരുടെ എല്ലാ വാദങ്ങളും ഇപ്പോൾ കോടതിയിൽ പൊട്ടിത്തകർന്നു വീണിരിക്കുമ്പോൾ അവർക്ക് ഇനി എന്താണ് പറയാനുള്ളത് എന്നെനിക്കറിയില്ല. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ദിലീപ് കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളോ പൊതുസമൂഹമോ സോഷ്യൽ മീഡിയയോ ഒന്നുമല്ല. അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തെളിവാണ്. ദിലീപിനെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണോ വന്നിരിക്കുന്നത്, ചുമത്തപ്പെട്ടിരിക്കുന്ന ചാർജുകൾ എന്തൊക്കെയാണോ, അതിന് വേണ്ടുന്ന സപ്പോർട്ടിംഗ് എവിഡൻസ് കഴിഞ്ഞ 8 വർഷമായിട്ട് കൊണ്ടുപിടിച്ചുള്ള അന്വേഷണം നടത്തിയതിന് ശേഷവും കോടതിയെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പ്രോസിക്യൂഷന്, പോലീസിന് ഒന്നും സാധിച്ചില്ല എങ്കിൽ അത് അവരുടെ വലിയ പരാജയമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ദിലീപിനെ പൂട്ടുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ മാത്രം ഒരു പ്രോസിക്യൂഷൻ പ്രവർത്തിച്ചു എന്ന് പോലും പൊതുസമൂഹത്തിൽ ഒരു അഭിപ്രായം ഉണ്ടാകുന്ന രീതിയിലാണ് ഈ അന്വേഷണം നടന്നത് എന്നതും നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായത്തിനോ സോഷ്യൽ മീഡിയ പറയുന്നതിനോ മാധ്യമ വിചാരണയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന തീർപ്പിനോ ഒന്നും തന്നെ കോടതി മുറിയിൽ ഒരു തരത്തിലുള്ള പ്രാധാന്യവുമില്ല. അതുകൊണ്ട് തന്നെ കോടതി വിധി എന്താണെന്ന് മനസ്സിലാക്കുക, അപ്പീൽ ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ പോവുക. പക്ഷേ ഇവിടെ ആത്യന്തികമായിട്ട് തെളിവാണ് പ്രധാനം എന്നതിനെക്കുറിച്ചുള്ള ഒരു നിയമ പരിജ്ഞാനം
നമ്മൾ ഓരോ മലയാളിക്കും ഉണ്ടാകേണ്ടതാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാർ പറഞ്ഞു കണ്ടു, ദിലീപ് അല്ല ഇത് ആസൂത്രണം ചെയ്തത് എങ്കിൽ പിന്നെ ആരാണ് ഇത് ആസൂത്രണം ചെയ്തത് എന്ന് കോടതി പറയണം എന്നൊക്കെ. അവർക്ക് നിയമപരിജ്ഞാനം തീരെയില്ല എന്ന് പറയേണ്ടി വരും. കാരണം തങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു കേസ് പരിഗണിച്ച് അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ ആ കുറ്റം ചെയ്തിട്ടുണ്ടോ, അവർ കുറ്റവാളിയാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുക എന്നുള്ളതാണ് കോടതിയുടെ ജോലി. അതല്ലാതെ അന്വേഷണം നടത്തുക എന്നുള്ളത് കോടതിയുടെ ജോലിയല്ല. ദിലീപാണ് ഇവിടെ മാസ്റ്റർ മൈൻഡ് എന്ന രീതിയിലത്തേക്ക് ആരോപിക്കപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹമാണോ കുറ്റവാളി അതോ അദ്ദേഹം നിരപരാധിയാണോ എന്ന് തീർപ്പ് കൽപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ജോലി മാത്രമാണ് ഇവിടെ കോടതിക്കുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ ആരാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡയറക്റ്റ് ചെയ്യേണ്ടത് പ്രോസിക്യൂഷനോടും പോലീസിനോടുമാണ്. അതിന് ഉത്തരം നൽകേണ്ടത് അവരാണ്. ദിലീപ് അല്ല ഇതിൻ്റെ കൊട്ടേഷൻ കൊടുത്തത് എങ്കിൽ പിന്നെ ഇത് ആരുടെ കൊട്ടേഷൻ ആയിരുന്നു എന്നതിനെക്കുറിച്ച് അവരാണ് പറയേണ്ടത്. ഒപ്പം ദിലീപിൻ്റെ മുന്നിലുള്ള ഇനിയത്തെ വഴി അദ്ദേഹത്തിന് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കുന്ന അസോസിയേഷൻ്റേതുൾപ്പെടെയുള്ള നിരവധി വാതിലുകളുണ്ട്. അതൊക്കെ തന്നെ തുറന്നു കിട്ടുന്നതിന് ഈ കോടതി വിധി അദ്ദേഹത്തിൻ്റെ ഒരു അവകാശമായിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിൻ്റെ പേരിൽ താൻ നേരിട്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്പി നാരായണനെ പോലെ തന്നെ റെപ്പറേഷൻസിന് വേണ്ടി, ഒരു നഷ്ടപരിഹാരത്തിന് വേണ്ടി അദ്ദേഹത്തിന് നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഈ മാധ്യമങ്ങളിൽ ആൾക്കാർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലോ പോയ കോടാലി പോലെ കുറേയധികം ആൾക്കാർ എന്തെങ്കിലും ഭാവനാ സൃഷ്ടികൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലോ ചാനലുകളിൽ ആരെങ്കിലും അഭിപ്രായം പാസ്സാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലോ പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ അവരുടെ ഭാഗം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പറയുന്ന വാദങ്ങളോ ഒക്കെ അതേപടി തൊണ്ട തൊടാതെ വിഴുങ്ങി അങ്ങനെയാണ് സംഭവിച്ചിരിക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു മനോരാജ്യം നമ്മൾ കാണുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതുകൊണ്ട് ആരെന്ത് അഭിപ്രായം പറഞ്ഞാലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം ലോജിക്ക് ഉപയോഗിച്ച് അതിനെ വിശകലനം ചെയ്യുന്നതിനും നമ്മുടെ സ്വന്തം അഭിപ്രായം രൂപീകരിക്കുന്നതിനും ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഈ കേസിൽ ആദ്യത്തെ 6 പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുന്നുണ്ട്. അത് പരമാവധി ശിക്ഷ തന്നെ ആകട്ടെ വകുപ്പുകൾ അനുസരിച്ച് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഒരു സ്ത്രീക്കും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു അനുഭവമാണ് അവർക്കന്നുണ്ടായത്. എന്നാൽ അതിൻ്റെ പേരിൽ ദിലീപ് എന്ന നടൻ ശിക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അത് നീതിയാകൂ എന്ന തരത്തിലുള്ള വാദമുള്ള ആൾക്കാർ ദിലീപിനെ ഈ കേസിൽ ഉൾപ്പെടുത്തുന്ന പ്രതി എന്ന സ്റ്റാറ്റസിനെ എലിവേറ്റ് ചെയ്ത് കുറ്റവാളി എന്ന സ്റ്റാറ്റസിലേക്ക് കൊണ്ടുപോകുന്നതിന് എന്തൊക്കെ തെളിവുകളാണുള്ളത് എന്നതിനെക്കുറിച്ച് പറയുക. ആ തെളിവുകൾ ദിലീപിനെ എങ്ങനെ ഇൻക്രിമിനേറ്റ് ചെയ്യുന്നു എന്ന് പറയുക. അദ്ദേഹത്തിനെതിരെയുള്ള ക്ലിഞ്ചിങ് എവിഡൻസ് എന്താണ് എന്നതിനെക്കുറിച്ച് പറയുക. അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ അത് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ സമർപ്പിക്കുക, പ്രോസിക്യൂഷന് മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ഇതിലൊരു സ്പീഡി ട്രയൽ വേണമെന്നും ഈ കേസ് പെട്ടെന്ന് ക്ലോസ് ചെയ്യണമെന്നും ഇനി ഈ കേസ് CBIക്ക് വിടണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ എന്നുമൊക്കെ പറഞ്ഞിരുന്നത് ദിലീപാണ് എന്നുള്ളത് ഓർക്കുക. നീതി പുലരട്ടെ, തെളിവുകൾ നമ്മളെ നയിക്കട്ടെ. മാധ്യമങ്ങളോ പൊതുസമൂഹമോ സോഷ്യൽ മീഡിയയോ പറയുന്ന അഭിപ്രായങ്ങൾക്ക് മുകളിൽ കോടതിയുടെ അഭിപ്രായത്തിനെ കാണാനായിട്ടുള്ള ഹൃദയവിശാലതയും ബുദ്ധിയും ലോജിക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അതാണ് ഈ ദിലീപ് വിഷയം നമുക്ക് നൽകുന്ന പാഠം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.